ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മത്തങ്ങേൻ്റെ സൂപ്പ് വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 20 ഗ്രാം ബട്ടർ എടുത്തിട്ട് പാത്രം ചൂടാകുമ്പോൾ ഇട്ടിട്ട് അതിൽ വെള്ളുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായി വഴറ്റുന്നതിന് ശേഷം 300 ഗ്രാം മത്തങ്ങ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റുക. അങ്ങനെ ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അതിൻ്റെ വെള്ളുള്ളിൻ്റെ ഫ്ലേവർ ഫുൾ ഇതിലേക്ക് എടുക്കുന്ന വിധത്തിലെടുത്തിട്ട് ഒരു കയ്യിൻ്റെ വലുപ്പത്തിലുള്ള 50 ഗ്രാം ഉണ്ടാവും അത്രയും സെലറി എടുത്തിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് നിങ്ങൾ മൂടി വയ്ക്കുകയും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും അങ്ങനെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ സെലറിൻ്റെയും വെള്ളുള്ളിൻ്റെയും ഫ്ലേവർ ഇതിലേക്ക് എടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ മത്തങ്ങ വെന്തും കിട്ടും. എന്നിട്ട് നമുക്കൊരു 2.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ വേവിച്ചെടുത്ത് മത്തങ്ങ കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ട് അതൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ജ്യൂസ് ടൈപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ നമ്മൾ ജ്യൂസാക്കി എടുത്ത മത്തങ്ങ നമ്മൾക്ക് അരിച്ചിട്ടെടുക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയുള്ള ഈ മത്തങ്ങേൻ്റെ പേസ്റ്റ് ഒരു 5.5 കപ്പോളം ഉണ്ട്. അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾക്ക് വേണം വെച്ചാൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം, ടേസ്റ്റിൻ്റെ ആവശ്യമില്ല, നമ്മൾക്ക് കളറിന് വേണ്ടി മാത്രം ഒരു പിഞ്ച് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക്, പൊടിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങുന്നവർക്ക് വളരെ നല്ലതാണ്. 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തിളച്ച് കുറുകുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ഈ സൂപ്പ് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇപ്പം എന്ത് ഫുഡാണോ ട്രൈ ചെയ്യുന്നത് അത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ട്രൈ ചെയ്താലാണ് കുഞ്ഞുങ്ങൾക്ക് ആ ടേസ്റ്റിനായിട്ട് പൊരുത്തപ്പെടുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പം ഫ്രഷ് ക്രീമാണ് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഈ പാൽ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ കുക്കിംഗ് ക്രീം മാത്രം ഒഴിക്കാം 1 കപ്പ്, അല്ലെങ്കിൽ ഈ ഫ്രഷ് ക്രീം വേണ്ടാന്നും വെക്കാം. പക്ഷെ ഞാൻ വേറെ ഒരു തിക്കനിങ് ഏജൻറ്റും ചേർക്കുന്നില്ല. കോൺഫ്ലോറും മൈദ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ തിക്നെസ്സിൽ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയിട്ടും വേണമെങ്കിൽ ഒഴിക്കാം. ഇത് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് എടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഏത് പ്രായക്കാർക്കും വളരെ ഈസി ആയിട്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന, ഇത് തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സൂപ്പ് ഒരു നേരം കുടിച്ചാലും മതി. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ജലദോഷം അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വളരെയധികം നല്ലതാണ് ഈ വെള്ളുള്ളി കഴിക്കുന്നത്. അങ്ങനെ വെള്ളുള്ളി കുറച്ചൊക്കെ അകത്താക്കണമെങ്കിൽ ഇതേമാതിരി ഇപ്പം ഞാൻ 2 തോടം വെള്ളുള്ളി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതൊരു 75 ഗ്രാം ഉണ്ട്. അത്രയും വെള്ളുള്ളിയൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പം നമ്മളുടെ സൂപ്പ് നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു ചൂടോടെ തന്നെ വിളമ്പുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മേലെ കുറച്ച് ഈ മത്തങ്ങേൻ്റെ തന്നെ കുരു ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ആ പംകിൻ സീഡ്സും കൂടി അലങ്കരിച്ചിട്ട് വിളമ്പാം. അതല്ല നിങ്ങൾക്ക് ബ്രെഡ് മുറിച്ചിട്ട് വേണമെങ്കിൽ അതും ചേർത്തിട്ട് അലങ്കരിച്ചിട്ട് വിളമ്പാം. ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കും വയസ്സായവർക്ക് മുതൽ ചെറിയ കുട്ടികൾക്കും ടീനേഴ്സിനും എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ